മിത്രൻ ശിവയ്ക്കൊപ്പം കസേരകൾ റോയിലേക്കിടുന്ന തിരക്കിലാണ്. അപ്പോഴാണ് ലൈറ്റ് യെല്ലോ ധാവണിയൊക്കെ ചുറ്റി കഴുത്തിലും കാതിലും യെല്ലോ ആഭരണങ്ങൾ അണിഞ്ഞ് കിച്ചു ആ വഴിയെ വന്നത്. ഹാളുവിൻ്റെ മിഴുങ്ങസ്യ എന്ന നിൽപ്പ് കണ്ട് അവളുടെ നോട്ടം എത്തി നിന്നത് മിത്രനിൽ തന്നെയാണ്. കുറച്ച് മയത്തിലൊക്കെ ആരും കൊണ്ടുപോവില്ല അങ്ങേരെ, കിച്ചു അവളുടെ കാതിൽ പറഞ്ഞു. ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞ ഹാളു കിച്ചുവിൻ്റെ മുതുകിൽ ഒരു കടി കൊടുത്തു. പട്ടി പേടിപ്പിച്ച് മനുഷ്യനെ. പിന്നെ ഇവിടെ വായി നോക്കി നിൽക്കാതെ നിന്റെ ഏട്ടനോട് സ്വീറ്റ്സ് തരാൻ പറയ്. സമയമിപ്പോൾ 7 ദേവേട്ടൻ ഇപ്പോൾ എത്തും. നമുക്ക് പ്രോഗ്രാമല്ലേ തുടങ്ങി വെക്കാം. ഉവ്വ, ദേവ് വരുന്നതിൻ്റെ അല്ല, നിന്റെ രുദ്രം വരുന്നതിൻ്റെ ഇളക്കമായി ഇതൊക്കെയെന്ന് എനിക്കറിയാടി. ഹാള് കിച്ചുവിൻ്റെ കവളിൽ നുള്ളി. മാങ്ങോത്തൊലി, അങ്ങേരൊടുക്കത്തെ ജാടയാ പെണ്ണെ. അല്ലേൽ നീ നോക്കിക്കോ, ഭയങ്കര അഭിമാനിയാ. അല്ല, നിന്റെ വാലെവിടെ ജെന്നി? അയ്യോ ഒന്നും പറയണ്ട. നെച്ചുവിനെ ഒരുക്കുവാൻ വന്ന ബ്യൂട്ടീഷ്യൻ ചേച്ചിയെ വിടാതെ പിടികൂടിയിട്ടുണ്ട്. അവളുടെ മുഖത്ത് എന്തൊക്കെയോ താജ്മഹൽ പണിയാനുണ്ടത്രേ. ഈശ്വരാ. നീ ഏതായാലും ശിവേട്ടനോട് സ്വീറ്റ്സ് ചോദിക്ക്, ഞാൻ മുകളിലേക്ക് ചെല്ലട്ടെ. ഏട്ടാ. ഹാളുവിൻ്റെ വിളിയിൽ ആദ്യം നോക്കിയത് മിത്രനാണെങ്കിലും അവളെ കണ്ട് അപ്പോൾ തന്നെ അവൻ തലതിരിച്ചു. അത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം വന്നെങ്കിലും ഏട്ടനുള്ളത് കൊണ്ട് അവളൊന്ന് അടങ്ങി. എന്താ ആളു, ഞാനിവിടെ തിരക്കില്ല. നീ കുട്ടിക്കളിക്ക് നിൽക്കാതെ കാര്യം പറയ്, ശിവ ചേറടുക്കി വെക്കുന്നതിനിടയിൽ പറഞ്ഞു. ഏട്ടാ സ്വീറ്റ്സ് എവിടെ? ഓ അത് ദാ ചായപ്പിലുണ്ട്, പോയി എടുത്തോ. ചായപ്പിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. മിത്രനെ നോക്കി അന്തസ്സായി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് ഹാളു ചായപ്പിലേക്ക് ഓടിക്കയറി. മിത്രൻ അവളുടെ കുറുമ്പ് നിറഞ്ഞ ആ നോട്ടം അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ശിവയെ സേതു മണ്ഡപത്തിലേക്ക് വിളിച്ചത്. മിത്രൻ അവിടെയൊന്ന് ശ്രദ്ധിക്കൂ, ഞാനിപ്പോൾ വരാം. ശിവ അവനോട് പറഞ്ഞിട്ട് മണ്ഡപത്തിലേക്ക് നീങ്ങി. മിത്രൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദോം എന്നൊരു ശബ്ദത്തോടെ ദാ കിടക്കുന്നു ഹാള് താഴെ. മിത്രൻ നിന്നിടത്ത് നിന്നും ഓടി അവൾക്കരികിൽ ചെന്നുകൊണ്ട് അവൾക്ക് നേരെ വലത് കൈ നീട്ടി. അവൾ ആദ്യം ചുറ്റിനും ഒന്ന് നോക്കി. ഇല്ല, ആരും ഞാൻ വീണത് കണ്ടിട്ടില്ല. ഹൗ സമാധാനം. അതും പറഞ്ഞുകൊണ്ടവൾ അവൻ്റെ കൈകളിലേക്ക് ചേർത്ത് പിടിച്ചു. മിത്രൻ അവളെ ഒറ്റ വലിക്ക് വലിച്ച് നേരെ നിർത്തി. ആ വലിയിൽ അവൾ ഓടി വന്ന് അവൻ്റെ നെഞ്ചിലിടിച്ചാണ് നിന്നത്. ഇതെന്തോന്നത്, ഇരുമ്പിൻ്റെ കട്ടയോ? അവൻ്റെ നെഞ്ചിലേക്ക് നോക്കി തല തടവിക്കൊണ്ട് ചോദിച്ചു. ആദ്യം നേരെ നോക്കി നടക്കാൻ പഠിക്ക്, എന്നിട്ടാവാം വാക്കുകൊണ്ടുള്ള കസർത്ത്. അതെങ്ങനെയാ? ജാൻസി റാണിയാണെന്നല്ലേ വിചാരം? ആദ്യം അടിതെറ്റാതെ നടക്ക്. വീണിട്ട് എന്തേലും പറ്റിയോ? അവൻ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. അതെ, ഞാൻ നിലത്ത് നോക്കി തന്നെയാ നടക്കുന്നത്. ധാവണി തട്ടിയതാ. പിന്നെ വീണിട്ട് എന്തേലും പറ്റിയാൽ തന്നെ ഇയാൾക്കെന്താ, ഡോക്ടറൊന്നും അല്ലല്ലോ. അവനെ തട്ടി മാറ്റിക്കൊണ്ടവൾ അകത്തേക്കോടി. നിനക്ക് വച്ചിട്ടുണ്ടടി കുറുമ്പി, അവൻ മനസ്സിൽ പറഞ്ഞു. ഈശ്വര, വാല് മുറിഞ്ഞു. ഹാള് പിറുപിറുത്തോണ്ട് കിച്ചുവിന് സ്വീറ്റ്സ് നീട്ടി. വീണകാര്യം തൽക്കാലം ആരും അറിയേണ്ട എന്നവൾ തീരുമാനിച്ചു. സമയമെടുക്കും തോറും കിച്ചുവിൻ്റെ ഹാർട്ട് വേഗത്തിൽ മിടിക്കുവാൻ തുടങ്ങി. കിച്ചുവിൻ്റെ നടപ്പ് കണ്ട് ചിരിവന്ന ജെന്നി അവളുടെ കയ്യിലിരുന്ന ഒരു ഡയറി മിൽക്ക് എടുത്ത് കിച്ചുവിന് നേരെ നീട്ടി. അല്പം മധുരം കഴിക്കൂ, നല്ലത് മാത്രം ചിന്തിക്കൂ. പട്ടി മനുഷ്യനിവിടെ 11 ഇവിടെ വന്ന് അച്ചയോട് അടിയുണ്ടാക്കൂ എന്ന് നെഞ്ചടിച്ച് നിൽക്കുമ്പോഴാണ് അവളുടെ ഒരു ഡയറി മിൽക്ക് പരസ്യം. ഓ, ഒന്ന് സമാധാനിപ്പിക്കാൻ വന്നപ്പോൾ ഞാൻ ആരായി? തൽക്കാലം നീ ഇത് കഴിക്ക്. ജെന്നി എളിച്ചു കാണിച്ചുകൊണ്ട് ആ ഡയറി മിൽക്ക് അവൾക്കായി നീട്ടി. പടിവാതിൽക്കൽ വന്നു നിൽക്കുന്ന കാർ കണ്ടപ്പോൾ കിച്ചു മെല്ലെ അകത്തേക്ക് വലിഞ്ഞു. കാറിൽ നിന്നും ദേവും കുടുംബവും ഇറങ്ങി, കൂടെ ഷാരോണും. തൊട്ടു പിന്നാലെ ഇറങ്ങിയ ആരോണിനെ കണ്ടപ്പോൾ ഞെട്ടിയത് ഇളവള്ളി മഠത്തിലെ സകലരുമായിരുന്നു. ശരവേഗത്തിൽ നെടുകെ വെട്ടിപ്പിളർന്ന് പൊൻചെമ്പകം അവരുടെ കാറിൻ്റെ മുന്നിലായി നിലംപതിച്ചു. എല്ലാവരും നടുങ്ങിപ്പോയിരുന്നു. എന്തോ ദുർനിമിത്തമാണെന്ന് എല്ലാവർക്കും മനസ്സിൽ ചിന്ത മുളപൊട്ടി. എല്ലാവരും നെഞ്ചിൽ കൈവച്ച നിമിഷം അന്തരീക്ഷത്തിൽ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. മറ്റാരേക്കാളും നെഞ്ചിടിപ്പുമായി ഓടിയെത്തിയത് അച്ചമ്മയായിരുന്നു. എൻ്റെ ഗുപ്തൻ മോനാരാ? എൻ്റെ കുട്ടിയുടെ പുനർജന്മം പോലെ. എൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈശ്വര. അച്ചമ്മ കരഞ്ഞുകൊണ്ട് പിന്നോട്ട് പതറി. അച്ചമ്മേ, ഇതെൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. ഇത് ഷാരോൺ, ഇത് ആരോൺ. രണ്ടാളും സ്വിറ്റ്സർലൻഡിലാണ്. എൻ്റെ കല്യാണം പ്രമാണിച്ച് വന്നതാണ്. ഇവനെ അച്ചമ്മ കണ്ടുപരിചയം വരാൻ യാതൊരു ചാൻസും ഇല്ല. അതെയോ? എന്തോ പെട്ടെന്ന് പ്രിയപ്പെട്ട ആരുടെയോ മുഖച്ഛായ പോലെ തലകുനിച്ച് പറയുന്ന അച്ചമ്മയെ കണ്ടപ്പോൾ ആരുവിന് ആകെ സങ്കടമായി. എൻ്റെ അമ്മയെപ്പോലെ പാവമാണ് എൻ്റെ അമ്മമ്മയും, അവൻ ഷാരുവിനോട് പറഞ്ഞു. വരൂ, അകത്തേക്കിരിക്കാം. അതിഥികൾക്ക് ഇരിപ്പിടം ചൂണ്ടി എല്ലാവരെയും അകത്തേക്ക് ക്ഷണിച്ചു. മുന്നോട്ട് നടന്ന ആരോൺ അച്ചമ്മയ്ക്കരികിലേക്ക് നീങ്ങി അച്ചമ്മയെ ചേർത്ത് പിടിച്ചു. അച്ചമ്മയ്ക്ക് ഞാനും ഒരു കൊച്ചുമകനെ പോലെയാണ് കേട്ടോ, അവൻ വാത്സല്യത്തോടെ പറഞ്ഞു. അച്ചമ്മ അവനെ തെല്ലും സംശയത്തോടെ നോക്കി. അവനും ഷാരോണിനും കൂടെ നിൽക്കുമ്പോൾ അവർക്കെന്തോ വല്ലാത്ത ആത്മനിർവൃതി തോന്നി. എല്ലാവരും പന്തലിലേക്ക് കയറി. ദേവിൻ്റെ കവൾ മഞ്ഞൾ പുരട്ടിക്കൊണ്ട് പെൺകുട്ടികളെല്ലാം അവനെ വരവേറ്റു. അവിടെ ദേവും ഷാരോണും ആരോവും കിച്ചുവിന് വെറും അപരിചിതർ മാത്രം. പന്തലിൽ ദേവിനൊപ്പം നിൽക്കുന്ന ആരോണിനെ കണ്ടപ്പോൾ സേതുവിന് വർഷങ്ങൾ മുന്നിലുള്ള ദിവസങ്ങൾ കൺമുന്നിൽ മിന്നിമറയുന്നത് പോലെ തോന്നി.
സ്വന്തം രക്തത്തെ നേരിൽ കണ്ട സന്തോഷത്തിൽ അയാളുടെ കാലുകൾക്ക് വേഗതയേറി. കുറച്ചു മുന്നോട്ട് നടന്നപ്പോഴാണ് സ്വന്തം അനുജൻ മരിച്ചുപോയല്ലോ എന്ന ചിന്ത അയാളിൽ ഉരുത്തിരിഞ്ഞത്. പെട്ടെന്ന് ആ കാലുകൾ നിശ്ചലമായി. മാറി നിന്ന് 1000 വട്ടം അയാളവനെ നോക്കിക്കണ്ടു. സേതുവിനെ ഓരോ വട്ടം നേരിൽ കാണുമ്പോഴും ആരുവിൻ്റെ മുഖം ആരുമറിയാതെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു. ആ ദേഷ്യത്തിലും അവൻ്റെ കണ്ണുകൾ തിരയുന്നത് അവയുടെ ഇണകളെയായിരുന്നു. അവസാനം സേതുമെല്ലെ ദേവനരികിൽ ചെന്നുകൊണ്ട് ആരോണിനെക്കുറിച്ച് തിരക്കുമ്പോൾ അച്ചമ്മ സേതുവിനായി മറുപടി കൊടുത്തിരുന്നു. അവൻ്റെ കണ്ണുകളെ എത്ര വട്ടം അല്ല എന്ന് പറഞ്ഞിട്ടും അത് ഗുപ്തനല്ലെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായില്ല. അതേസമയം ആര് തേടി നടന്ന കണ്ണുകൾ അവൻ കണ്ടെത്തിയിരുന്നു. അവൻ്റെ നോട്ടം അവളിലെത്തിയതും അവളുടെ കണ്ണുകൾ അവളിലേക്ക് തന്നെ കുറുകിപ്പോയിരുന്നു. അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യമെല്ലാം ചോർന്നു പോയ പോലെ, കൈകൾ വിറക്കുന്ന പോലെ. അവൾ ആ തിരക്കിനിടയിൽ നിന്നും ഓടി ബാൽക്കണിയിലെ ചെമ്പകത്തിൻ്റെ ചാഞ്ഞ ചില്ലയ്ക്കരികിൽ പോയി നിന്നു. ഇനിയും അവനെ കണ്ടാൽ അവളുടെ ഉള്ളിൽ അവനോട് കൂടുതൽ അടുത്തു പോവുമോ എന്നൊരു ഭയം. എപ്പോഴെല്ലാം അവനെക്കുറിച്ച് പരിധിയിൽ കൂടുതൽ കൊതിക്കുന്നുവോ അതിൻ്റെ ഇരട്ടിയിൽ അവൻ്റെ ഓർമ്മകളിൽ ഞാൻ നേറിയിട്ടേയുള്ളൂ ഭയമാണ്. അവനെ മനസ്സുകൊണ്ട് കൊതിക്കുവാൻ പോലും. കാരണം വിരഹത്തിൻ്റെ വേദന ആവോളം കുടിച്ചു വറ്റിച്ചിട്ടുണ്ട്. ഹാളുവിൻ്റെയും കൂട്ടരുടെയും പാട്ടും ഡാൻസും ബഹളവും കണ്ട് ആ അന്തരീക്ഷമൊട്ടാകെ മാറ്റിമറിച്ചു. എല്ലാവരും ചിരിയിലും ബഹളത്തിലേക്ക് മാണ്ടു. അപ്പോഴും മട്ടുപ്പാവിലെ ആ രക്തദാഹിക്ക് മറ്റെന്തൊക്കെയോ കണക്കുകൂട്ടലായിരുന്നു. വിവാഹം, അതാണ് അവളുടെ കണക്കുകൂട്ടലിൻ്റെ ലക്ഷ്യസ്ഥാനം. കാരണം എന്താണെന്നല്ലേ പറയാം. താഴെ എല്ലാവരും മഞ്ഞളിൽ കുളിച്ചു നിൽക്കുമ്പോൾ കിച്ചു മാത്രം എന്തോ ചിന്തകളിൽ ആകാശത്തേക്ക് നോക്കി ഒരേ നിൽപ്പാണ്. ജെന്നി കൊടുത്ത് ചോക്ലേറ്റ് പൊട്ടിച്ച് ഒരു സ്ലൈസ് എടുത്ത് നാവിലേക്ക് വെച്ചതും പിന്നിൽ നിന്നും ഒരു ആളനക്കം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നത് പിന്നിൽ മാറത്ത് കൈരണ്ടും പിണച്ചു വെച്ച് ഇടതുകാല് മതിലിലേക്ക് മടക്കി വെച്ചുകൊണ്ട് അവളെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആരുവിനെയാണ്. ആദ്യമൊന്ന് പതറിയെങ്കിലും അവൾ ധൈര്യം കൈവിട്ടില്ല. അല്ല, ചെക്കൻ്റെ വീട്ടുകാർക്ക് എന്താ പെണ്ണിൻ്റെ മനയിലെ ബാൽക്കണിയിൽ കാര്യം? ഇയാൾ താഴേക്കിറങ്ങിക്ക് ആരേലും കണ്ട എന്നെ തെറ്റിദ്ധരിക്കും, അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ട് ദേഷ്യം വന്ന അരുൺ ശരവേഗത്തിൽ അവൾക്കരികിലേക്ക് പാഞ്ഞെടുത്തു. അവളെ അരയിലൂടെ കൈചേർത്ത് അവനിലേക്ക് മുറുക്കെ അണച്ചുപിടിച്ചു. മോളെ, സേതുമാധവൻ്റെ മോളെ. ആരോൺ ആദ്യമായിട്ടല്ല ഈ മനയിൽ കയറുന്നതും നിന്നെ കാണുന്നതും, ദാ നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതും. പിന്നെ ഇന്ന് മാത്രം എന്താ നിനക്ക് നിന്റെ വീട്ടുകാരെ ഇത്രയും പേടി? അവൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ അവൾ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും കുതറി. ആരോൺ, എന്നെ വിട്ടേ. ഇത് ഇയാളുടെ സിറ്റിയല്ല, ആളുകൾ കൂടിയിട്ടുള്ള ഒരു ഒക്കേഷനാണിത്. ആരെങ്കിലും കണ്ടുവന്നാൽ മോശമാണ്. സോ പ്ലീസ് ലീവ് മീ. അവൾ അവൻ്റെ കൈ അവളുടെ അരയിൽ നിന്നും വിടുവിക്കാൻ ശ്രമിച്ചു. അവളോട് സംസാരിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവളുടെ നാക്കിനടിയിൽ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ചോക്ലേറ്റിലേക്ക് പതിഞ്ഞിരുന്നു. അവൻ ഒന്നുകൂടെ അവളെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തപ്പോൾ അവൾ അവനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇയാൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ മിസ്റ്റർ ആരോൺ ഫിലിപ്പ് തേവക്കൽ? ഡോണ്ട് യു ഹാവ് എനി മാനേഴ്സ്? മാറി നിൽക്കടോ, തനിക്ക് ഞാൻ ആരാണെന്നറിയില്ല, അവൾ ചീറി. അവളുടെ പിൻകഴുത്തിൽ അവൻ്റെ വലങ്കൈ മുറുകിയപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല അവൻ്റെ അടുത്ത നീക്കം എന്തായിരുന്നുവെന്ന്. അവളെ അരയിലൂടെ എടുത്തുയർത്തി ബാൽക്കണിയുടെ ഹാൻഡ് റെയിൽസിൽ അവളെ കയറ്റിയിരുത്തിക്കൊണ്ട് അവളെ മെല്ലെ പിന്നോട്ട് ആഞ്ഞു പിടിച്ചു. അവനും അവളിലേക്ക് ചേർന്നു. അവളൊന്ന് ഞെട്ടിക്കൊണ്ടവനെ നോക്കിയ അതേ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് ചാഞ്ഞിരുന്നു. അവളുടെ കാലുകൾ തമ്മിൽ കൂട്ടി ഉരസി അവളുടെ ഇരു കണ്ണുകളും കൂമ്പിയടഞ്ഞു. അവൻ്റെ പുറത്ത് അവളുടെ കൈകൾ വലിഞ്ഞു മുറുകി. ചുണ്ടുകളും നാവുകളും തമ്മിൽ വളരെ വളരെ മൃദുവായി ഉരസിച്ചേർന്ന ലോലമായ ചുംബനം. ഓരോ തവണ അവൻ്റെ നാവ് അവളുടെ നാവിനെ ചുറ്റി വിരിയുമ്പോഴും അവൾ നിസ്സഹായയായി മാറിയിരുന്നു, അവനിലേക്ക് അടിമപ്പെട്ട പോലെ. അവൻ്റെ കൈകളുടെ ചലനം അവളുടെ പിൻകഴുത്തിൽ നിന്നും വ്യതിചലിച്ച് കഴുത്തിലൂടെ ഊർന്ന് മാറിലേക്ക് ചലിക്കവേ പെട്ടെന്ന് അവനെ തള്ളി മാറ്റിക്കൊണ്ട് അവൾ ഹാൻഡ് റെയിലിൽ നിന്നും ചാടിയിറങ്ങി അവനോട് ഇറങ്ങിപ്പോകുവാൻ ആരാഞ്ഞു. ഇറങ്ങ്, ഇവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങണം. ഇയാൾ എന്ത് ധൈര്യത്തിലാണ് എന്നെ ഹഗ് ചെയ്തത്, പിടിച്ച് കിസ് ചെയ്തത്? ആരെങ്കിലും കണ്ടുവന്നിരുന്നെങ്കിലോ? അവൾ അവനെ കത്തുന്ന മിഴിയാലെ ഉറ്റുനോക്കി. അവൻ അവളെ ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് മൂരി നിവർത്തിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങുവാൻ തുടങ്ങി. പിന്നീട് രണ്ടാമത് സ്റ്റെപ്പ് കയറി അവളുടെ പിന്നിൽ വന്ന് വിസിലടിച്ചു. അവൾ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. എന്താ, ഇറങ്ങിപ്പോയിക്കൂടെ? അവൾ അലറി. അവനവൻ്റെ വായ തുറന്ന് നാവിനടിയിലിരിക്കുന്ന അവളുടെ വായിൽ ഉണ്ടായിരുന്ന ചോക്ലേറ്റ് അവളെ നാവ് നീട്ടി കാണിച്ചു. എന്നിട്ട് അവൻ്റെ രണ്ടു പുരികവും ഉയർത്തി അവളെ വെല്ലുവിളിക്കും പോലെ ഒന്ന് നോക്കിക്കൊണ്ട് സ്റ്റെപ്പ് ചാടിയിറങ്ങി. പട്ടി! അവളുടെ ആ വിളി മനം മുഴുവൻ മുഴങ്ങി. കിച്ചു പിന്നീട് എല്ലാവർക്കൊപ്പം നെച്ചുവിനെ മെഹന്തി ഇടുവാൻ കൂടി. അപ്പോഴേക്കും ദേവട്ടൻ്റെ ഫാമിലി പോകുവാൻ ഇറങ്ങിയിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് മുഹൂർത്തം. അതുകൊണ്ടവർ ഫുഡ് കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി. കിച്ചുവിടേക്ക് ആരുവിനെ നോക്കുമ്പോഴെല്ലാം അവൻ്റെ ഏതെങ്കിലും അരികിലായി നിവേദ്യമുണ്ട്. അവളുടെ ചില സമയങ്ങളിൽ നോട്ടം കിച്ചുവിന് ദഹിക്കാത്ത പോലെ. അവൾക്കാകെ അടിമുടി വിറഞ്ഞു. അവൾ മെഹന്തിയിടൽ നിർത്തി മുകളിലേക്ക് ചാടിക്കയറി. അത് കണ്ടു നിന്ന് ആസ്വദിച്ച് ചിരിക്കുവാണ് നിവു. മോളെ ക്ഷേത്ര, നിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടി വെച്ചിരിക്കുന്ന ആ കാമുകിയെ ഞാൻ പൊസസീവ്നെസ് കൊണ്ട് പുറത്ത് ചാടിക്കും, നിവേദ്യ പറയുന്നത്. അവൾ പറഞ്ഞുകൊണ്ട് അവൾ ദേവിനരികിലേക്ക് നടന്നു.
അന്ന് രാത്രി മെഹന്തിയിട്ട് കഴിഞ്ഞത് വൈകിയാണ്. മെഹന്തി പാതിയിട്ടപ്പോഴേ നെച്ചു 4 ഉറക്കം കഴിഞ്ഞിരുന്നു. എന്തോ ഇന്ന് നെച്ചുവിൻ്റെ റൂമിൽ കിടന്നു. അവളെ ഇനി ഇങ്ങനെ ഒരിക്കലും കിട്ടില്ലല്ലോ. നാളെ മുതൽ അവൾ ദേവിൻ്റെ നേത്രയല്ലേ. അതൊക്കെ ഓർത്തപ്പോൾ കണ്ണൊക്കെ നിറഞ്ഞു. നെച്ചു എന്നും എനിക്ക് മമ്മയെപ്പോലെ ആയിരുന്നു. തമ്മിൽ വഴക്ക് കൂടുമെങ്കിലും എൻ്റെ ചേച്ചി പെണ്ണ്. കാര്യം ഞങ്ങൾ രണ്ടും ഒരുമിച്ചധികം നിന്നിട്ടില്ല. എങ്കിലും എന്നേക്കുമായി മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ മുംബൈയിൽ ഇനി എൻ്റെ തൊട്ടരികിൽ ഉണ്ടാവുമല്ലോ, അതാണൊരാശ്വാസം. അവൾ സ്വയം നെടുവീർപ്പെട്ടു. ഡോറിൽ മമ്മയുടെ നോക്ക് കേട്ടാണ് ഞാൻ ഞെട്ടിപ്പിടിഞ്ഞ് എഴുന്നേറ്റത്. നെച്ചുവിനെ നോക്കുമ്പോൾ എന്നെ വട്ടം ചേർത്ത് ഇറക്കി കെട്ടിപ്പിടിച്ച് കിടക്കുവാണ്. സമയം 5 മണി കഴിഞ്ഞു. നെച്ചു, നെച്ചു, ഡോർ തുറക്കുമോളെ. മമ്മ ബഹളം തുടങ്ങി. നെച്ചുവിനെ ഒരു കണക്കിന് വിളിച്ചെഴുന്നേൽപ്പിച്ച് കിച്ചു പോയി ഡോറ് തുറന്നു. രാവിലെ തന്നെ അവളെ ഒരുക്കുവാനുള്ള ചേച്ചി വന്നു. കെട്ടിൻ്റെ സമയത്ത് സെറ്റും മുണ്ടും വേണമെന്ന് അച്ചമ്മയ്ക്ക് നിർബന്ധം. ഡാർക്ക് മെറൂൺ കസവ് കരയുള്ള സെറ്റും മുണ്ടും അതേ നിറത്തിലെ സ്റ്റോണിൻ്റെ ഓർണമെൻറ്റ്സും മുടിയിൽ തുളസിമാല അണിഞ്ഞ് നെച്ചു അതിസുന്ദരിയായി ഒരുങ്ങിയിറങ്ങി. കിച്ചു പീച്ച് കളർ സാരിയായിരുന്നു വേഷം. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പയ്യനും സെയിം കളർ കുർത്ത. മിത്രനും ശിവയും ഷാരൂണും കുർത്തയിൽ തന്നെ കയറി. മുഹൂർത്തമായപ്പോഴേക്കും കാരണവന്മാരുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് നെച്ചു മനയിൽ തന്നെ ഉണ്ടാക്കിയ മണ്ഡപത്തിലേക്ക് ദേവിൻ്റെ കയ്യിൽ കൈ ചേർത്ത് കയറി. വാദ്യാഘോഷങ്ങളോടെ ദേവ് അവൻ്റെ നെച്ചുവിനെ ജീവിതസഖിയായി കൂടെ ചേർത്തപ്പോൾ ഷാരോണിൻ്റെയും ആരോണിൻ്റെയും കിച്ചുവിൻ്റെയും കണ്ണുകൾ കൂടെ ഈറനണിഞ്ഞിരുന്നു. സേതുവിൻ്റെ കൈകളിൽ നിന്നും നെച്ചുവിൻ്റെ കൈകൾ ദേവിൻ്റെ കൈകളിലേക്ക് ചേർന്നു. നിവേദ്യ തൊട്ടുപിന്നിൽ നിന്നുകൊണ്ട് നെച്ചുവിൻ്റെ താലിച്ചരട് ടൈറ്റ് ചെയ്യുന്ന തിരക്കായിരുന്നു. അവരുടെ ജീവിതാഭിലാഷം അങ്ങനെ സഫലമായി. ആരുവിനെ ചുറ്റിനും കൂടിയിരിക്കുന്ന പെൺകുട്ടികൾ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം നോക്കുന്നുണ്ട്. കുർത്തയുടെ ആകെയുള്ള 2 ബട്ടണും തുറന്നിട്ടേക്കുക വഷളൻ. അതിൻ്റെ ഇടയിലൂടെ ആ രോമം നിറഞ്ഞ നെഞ്ചിനുള്ളിലെ പൊന്നിൻ കുരിശും മഹാദേവൻ്റെ രൂപവും വ്യക്തമായി കാണാം. കിച്ചുവിനാണെങ്കിൽ കലി കയറുന്നുണ്ട്. പന്നി മുടിഞ്ഞ ഗ്ലാമറ. അവൾ പിറുപിറുത്തു. അവൾ ഷാരോണിനോട് കണ്ണുകൊണ്ട് ആരുവിനെ നോക്കി നിൽക്കുന്ന പെൺകുട്ടികളെ കാണിച്ചു കൊടുത്തു. അവളുടെ ആ ദേഷ്യം കണ്ട് ഷാരുവിന് ചിരിപൊട്ടി. പുടവ വാങ്ങി നെച്ചു ഡ്രസ്സ് ചേഞ്ച് ചെയ്യുവാൻ മണ്ഡപത്തിൽ നിന്നും ഇറങ്ങുവാൻ തുടങ്ങി. മുജ്ജന്മ പുണ്യം. തമ്മിൽ പ്രണയിച്ചവർ ഒന്നിച്ചാൽ അതൊരു ഭാഗ്യമാണ്. പെണ്ണിന് 2 വയസ്സ് കൂടിയാൽ എന്താ, പാർവതി പരമേശ്വരന്മാരെ പോലെ. പന്തലിൽ കൂടി നിന്ന ദേവിൻ്റെ ബന്ധുക്കളിൽ ആരുടെയോ വായിൽ നിന്നും കേട്ട വാക്ക് സേതുവിൻ്റെ മുഖം രക്തവർണ്ണം ചുരുത്തി. അത് കേട്ട് ഞെട്ടിയ കിച്ചു അച്ചയെ നോക്കുമ്പോൾ അയാൾ ഇടിമിന്നൽ കണക്കെ മനയിലേക്ക് കയറി. ക്ഷണിച്ച അതിഥികളെപ്പോലും വകവെക്കാതെ. അയാൾക്ക് പിന്നാലെ ഓടിയെത്തിയ ദേവിക കാണുന്നത് മുറിയിലെ സകലതും അടിച്ചുടച്ച് കലിതുള്ളി നിൽക്കുന്ന സേതുവിനെയാണ്. ഇവിടെയും പ്രണയം. ഞാൻ വീണ്ടും മണ്ടൻ. ഈ പ്രേമം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പ്രാണനെടുക്കുമെന്ന് ആരെ പറഞ്ഞ് മനസ്സിലാക്കും ഞാൻ? അതും തന്നേക്കാൾ പ്രായം കുറഞ്ഞൊരു ചെക്കനെ. അല്ലേലും ചരിത്രം ആവർത്തിക്കാതിരിക്കില്ലല്ലോ. അമ്മയുടെ തനിപ്പകർപ്പ്. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ അവളും കണ്ടെത്തിയല്ലോ. ചതി. അതവളുടെ ജാത്യഗുണമാണ്. സേതു പുച്ഛിച്ചുകൊണ്ട് ദേവികയെ പുറത്താക്കി വാതിലടച്ചുകൊണ്ട് പറഞ്ഞു. ദേവിക ഒരു അന്താളിപ്പോടെ പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ കണ്ടത് പിന്നിൽ 1000 ചോദ്യങ്ങളുമായി നിൽക്കുന്ന കിച്ചുവിനെയാണ്. ആദ്യം അവളൊന്ന് പതറി. പിന്നീട് കിച്ചുവിൻ്റെ നേർക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അച്ചയുടെ ദേഷ്യമൊന്ന് കാര്യമാക്കണ്ട, ശരിയായിക്കോളും. മോള് വാ, താഴെ എല്ലാവരും തിരക്കും. അത്രയും പറഞ്ഞുകൊണ്ട് ദേവിക സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങി. മമ്മ എന്തേലും ഹൈഡ് ചെയ്യുന്നുണ്ടോ? അവൾ ഉറച്ച സ്വരത്തിൽ ചോദിച്ചു. ഹൈഡിങ് എന്ത്? നിനക്കെന്താ? നീ വാ, താഴേക്ക് പോവാം. അവർ കാര്യം മാറ്റുവാൻ ശ്രമിച്ചു. മമ്മ, ഐ ആം സീരിയസ്. പറയ്. ഐ വാണ്ട് ടു നോ മമ്മ. അല്ലേലും ചരിത്രം ആവർത്തിക്കാതിരിക്കില്ലല്ലോ. മമ്മയുടെ തനിപ്പകർപ്പ്. തന്നേക്കാൾ പ്രായം കുറഞ്ഞ ഒരാളെ അവളും കണ്ടെത്തിയല്ലോ. ചതി. അത് അവളുടെ ജാത്യഗുണമാണ്. എന്താണ് അച്ഛ പറഞ്ഞ ഇതിൻ്റെ അർത്ഥം? അവൾ അലറി. കിച്ചു, ശബ്ദം താഴ്ത്ത്. മമ്മ പറയാം, പക്ഷേ നീയും ഞാനും അല്ലാതെ ഇത് മറ്റാരും അറിയരുത്. മമ്മ മെല്ലെ കിച്ചുവിനരികിലേക്ക് ചേർന്നുകൊണ്ട് പറഞ്ഞു. അതെ, നെച്ചുവിൻ്റെ അമ്മ അവളുടെ അച്ഛനേക്കാൾ 2 വയസ്സ് മുതിർന്നതാണ്. വാട്ട് യു മീൻ മമ്മ? ആർ യു കിഡിങ് മീ? യെസ്, ഇറ്റ്സ് ട്രൂ ദാറ്റ് ഐ സെഡ് കിച്ചു. പക്ഷേ നെച്ചുവിൻ്റെ അമ്മ നീ കരുതുന്ന പോലെ ദേവിക വർമ്മ എന്ന ഞാനോ അച്ഛൻ സേതുമാധവനോ അല്ല എന്ന് മാത്രം. അത് പറഞ്ഞപ്പോൾ ദേവികയുടെ കൈകൾ അവരുടെ നെഞ്ചിൽ ചേർന്നിരുന്നു. ഒരു നിമിഷം നിശ്ചലയായി പോയിരുന്നു കിച്ചു, കേട്ടതൊന്നും വിശ്വസിക്കുവാൻ കഴിയാതെ. എന്താ മമ്മ പറഞ്ഞത്? ഒന്നുകൂടെ പറയും മമ്മ. അവൾ ഭ്രാന്ത് പിടിച്ചതുപോലെ മുടിയിൽ കൈകൊരുത്ത് താഴേക്കിരുന്നു. കിച്ചു, നീ ഒന്ന് റിലാക്സ് ആവും മോളെ. ഈ സത്യം ഇന്ന് വരെയും ആരും അറിയാതെ മമ്മ കാത്തില്ലേ? മനയിൽ ഇപ്പോഴും എല്ലാവരുടെയും വിശ്വാസം നെച്ചു ഗായത്രിയുടെയും സേതുവിൻ്റെയും മകളാണെന്നാണ്. എൻ്റെ നെച്ചു, അവൾ എൻ്റെ കൂടെ പിറപ്പ. അവൾ വിതുമ്പിപ്പോയിരുന്നു.